മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ കല്യാണിയും പ്രകാശനും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടാളും കൂടി കല്യാണിയുടെ കഴുത്തിൽ പണ്ട് കിടന്ന മണിയെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ മണിയെ കാണാൻ വേണ്ടിയിട്ട് പ്രകാശൻ ഭയങ്കര ആകാംക്ഷയോടെ അങ്ങോട്ട് വരുവാണ്. അപ്പോൾ എന്നിട്ട് അതിലൊക്കെ തൊട്ട് നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ചരട് ഇങ്ങനെ മറ്റുള്ള മണികളുടെ കൂടെ ഇങ്ങനെ കിടക്കുന്ന ആ ചരടിൻ്റെ സെൻട്രലായിട്ടുള്ള ആ മണിയും കൂടി കണ്ടിട്ട് അതിങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഒരു ചെറിയ ആ ഒരു ദേവീയ അറ്റ്മോസ്ഫിയറിൽ പറ്റിയ അടിപൊളി സംഭവമായിട്ട് അത് തോന്നുന്നുണ്ട്. നല്ലൊരു ഫീല് കിട്ടുന്നൊരു മൊമെൻ്റാണ്. പിന്നെ അമ്പലത്തിൽ അവർ നടന്ന് തൊഴുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. എല്ലായിടത്തും നടന്ന് തൊഴുന്നുണ്ട്. ഇതേ സമയത്തേക്ക് പെട്ടെന്നൊരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുവാണേ. ഓട്ടോയിൽ നിന്ന് ഗംഗപ്രസാദ് ഇറങ്ങുവാണ് ആദ്യം. നല്ല നരച്ച മുടിയും മറ്റേ കറുപ്പൊക്കെ കൊടുത്ത് മേക്കപ്പൊക്കെ ചെയ്ത് നല്ല അടിപൊളി ഒരു സാമി ലുക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല പ്രായമുള്ള ഒരാൾ വന്നിറങ്ങുന്ന പോലെ തലമുടിയൊക്കെ കുറേ ഉണ്ട്, താടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ആ ലുക്കിൽ ഇറങ്ങുവാണ് കേട്ടോ. പിന്നാലെ സ്റ്റെഫി നരച്ച മുടിയൊക്കെ വെച്ചിട്ട് ഒരു അമ്മയുടെ രീതിക്ക് ഇറങ്ങി വരുവാണ്, കറുപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും വന്ന് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷക്കാരനോട് പറയുന്നത് ചേട്ടാ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങ് ഇറങ്ങുവാണേ. ഇതേ സമയത്ത് നമ്മുടെ കല്യാണിയും പ്രകാശനും ഈ മണിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണിയോട് പറയുകയാണ് ഞാൻ കുറേ മോളെ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ പഴയ കുറേ കാര്യങ്ങൾ പറയണം കേട്ടോ. അത് വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് പറയുമ്പോൾ കല്യാണി പറയും അതുകൊണ്ടാണ് ഞാൻ പശുത്തൊഴുത്തിലും പശുവൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ വീടുകളിലും നടന്ന് പാല് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് കിരണേട്ടനെ പരിചയപ്പെട്ടതും എനിക്ക് കമ്പനി ജോലി കിട്ടിയതും അതുവഴിയാണ് കിരണേട്ടൻ എന്നെ സ്നേഹിച്ചതും എനിക്ക് ഇന്നത്തെ ഒരു നല്ല ജീവിതം കിട്ടിയതെന്നൊക്കെ പ്രകാശനോട് പറയുമ്പോൾ പ്രകാശൻ പറയാം ഒരു സൈഡ് നോക്കുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഞാൻ മോളെ കുറേ ഉപദ്രവിച്ചിട്ടുണ്ട്, ഭക്ഷണം തന്നിട്ടില്ല, ആ കാര്യങ്ങളൊക്കെ കുറേ. കല്യാണി പറയുക അച്ഛൻ അന്ന് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എനിക്കിന്ന് നല്ലൊരു ജീവിതം കിട്ടിയിട്ടുണ്ട്, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവരെല്ലാവരും നമുക്ക് ചുറ്റി തൊഴാമെന്നൊക്കെ പറഞ്ഞ് അവർ ഫുള്ള് തൊടുക കേട്ടോ. അപ്പോൾ കല്യാണിയുടെയും പ്രകാശിൻ്റെയും മുന്നിലോട്ട് വരാത്ത തരത്തിലാണ് നമ്മുടെ ഗംഗാപ്രസാദും സ്റ്റെഫിയും അമ്പലത്തിനകത്തോട്ട് വന്നിട്ട് കാണിക്കുന്നത്. എന്നിട്ട് തിരുമേനിയുടെ ഇടയിലോട്ട് 2 മാലകൾ കൊടുക്കുക. മാലകൾ കൊടുത്തിട്ട് പറയുക ഇത് സ്വാമി പൂജിച്ചരണേന്ന് പറയുമ്പോൾ ആ ശരിയെന്ന് പറഞ്ഞിട്ട് പുള്ളി അകത്തേക്ക് പോവുകയാണേ. അപ്പോൾ അമ്പലത്തിലെ ശാന്തി ഇത് പൂജിക്കാൻ അകത്തോട്ട് പോയ സമയത്തേക്ക് പ്രകാശനും കല്യാണിയും കൂടി ചുറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗംഗപ്രസാദിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്തേക്ക് ഗംഗ പറയാണ് നമുക്കൊന്ന് ചുറ്റി വരാമെന്ന് പറഞ്ഞിട്ട് പോരുവാണ്. കാരണം അവർക്കൊരു കാരണവശാലും മനസ്സിലാവരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രകാശനും കല്യാണിയും കൂടി ഫലം വെച്ചിട്ട് തൊഴുന്നുണ്ട്, എല്ലായിടത്തും തൊഴുന്നുണ്ട്. മേനി പൂജിക്കാൻ പോയ മാലയുമായിട്ട് നടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും പുണ്യാഹം കൊടുക്കുക. അത് വാങ്ങിച്ച് അവർ രണ്ടുപേരും കുടിക്കുന്നു. ആ സമയത്തേക്ക് പിന്നെ മാല ഇടുക കേട്ടോ. ആദ്യം ഗംഗയ്ക്കാണ് മാല ഇടണം. സ്വാമി ശരണം പറഞ്ഞിട്ട് സ്വാമിയേ ശരണ അയ്യപ്പ പറഞ്ഞിട്ട് കഴുത്തിലിടുവാണ്. ഗംഗയും പറയുന്നുണ്ട്. അടുത്തത് ഇതുപോലെ കഴുത്തിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഗംഗ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെഫിക്കും കൊടുത്ത് സ്റ്റെഫി ഇടുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം തിരുമേനി ചോദിക്കുക ഈ ദേശത്തൊന്നും കണ്ടിട്ടില്ല, ഏത് ദേശത്തുനിന്നാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗംഗ പറയും ഞങ്ങൾ കന്യാകുമാരി ദേശത്തു നിന്നാണ് വരുന്നത്, പിന്നെ ഞങ്ങൾ കുറച്ച് അമ്പലങ്ങളൊക്കെ ദർശിക്കാൻ വന്നതാണ്, ഒരു 4-5 ദിവസം ഇവിടെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ തിരിച്ചു പോകും എന്ന് പറയുവാണ് കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ശരിയെന്നും പറഞ്ഞിട്ട് അവരും അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കല്യാണിയും പ്രകാശനും തൊഴുത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരും ഗംഗയൊക്കെ തൊഴുതിട്ട് അവരും ഇറങ്ങിയിട്ട് പറയുവാണ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ വരെ എന്തായാലും ഉറപ്പായിട്ടും ലക്ഷ്മിയമ്മയും കാർത്തിക അമ്പലത്തിൽ വരും, അപ്പോൾ അതുകൊണ്ട് തീർത്ത് കളയണമെന്ന് പറയും. അപ്പോൾ കിരണാണ് നമ്മുടെ പ്രശ്നക്കാരനായിട്ട് ഈ കിരണെ തീർക്കണം, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ എന്ന് പറയുമ്പോൾ സ്റ്റെഫി അങ്ങനെ പറയുമ്പോൾ ഗംഗ പറയുകയാണ് ശരിയാണ്, അവനാണ് അവരുടെ ബലം, പക്ഷേ എന്തായാലും ഉടനെ ഒരു മരണം നടന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയുടെയും ലക്ഷ്മിയമ്മയുടെയും കാർത്തികയുടെ വീട്ടിൽ വന്ന് ആരോ ബെല്ലടിക്കുന്നു കേട്ടോ. അപ്പോൾ കാർത്തിക ജനൽ വഴി നോക്കുമ്പോൾ അച്ഛനാണ് നിൽക്കുന്നത്. അച്ഛനമ്മേ. അപ്പോൾ ലക്ഷ്മിയമ്മ ചോദിക്കും ആരാന്ന് ചോദിക്കുമ്പോൾ അച്ഛനെന്ന് പറഞ്ഞിട്ട് അവർ വാല് തുറക്കുവാണ്. പ്രകാശനകത്ത് വരുവാണ്. അപ്പോൾ പ്രകാശൻ പറയുകയാണ് ഇങ്ങനെ മോളുടെ കല്യാണ കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് മോൾ സൂക്ഷിക്കണം, നിങ്ങൾ ആരും വന്നാലും വിളിച്ചാലും പെട്ടെന്ന് കാതൊന്നും തുറക്കരുത്, ജനൽ വഴി നോക്കിയിട്ട് ആരാന്നൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പം കാർത്തിക പറയാം അച്ഛൻ എനിക്ക് കല്യാണത്തിന് സമ്മതമില്ലെങ്കിലും കല്യാണിയുടെ അമ്മയുടെ അവസാന ആഗ്രഹം ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് സമ്മതിക്കുന്നതെന്ന് പറയാം.
അപ്പോൾ ഞങ്ങൾ കാരണം ഇനി ദിലീപിന് അപകടം വല്ലതും വരുമോ എന്നൊക്കെ ലക്ഷ്മിയമ്മയും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്നും പേടിക്കേണ്ട, നാളെ പ്രത്യേകം പൂജയൊക്കെ അമ്പലത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് രണ്ടുപേരെയും നാളെ ഞാൻ വന്ന് വിളിക്കുന്ന സമയത്തേക്ക് മാത്രം നിങ്ങൾ പുറത്തിറങ്ങാവുള്ളൂ, അപ്പോൾ അതുവരെയും അകത്തിരിക്കാവുള്ളൂ, റെഡിയായിരുന്നോണം, നാളെ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ കാർത്തിക നേരെ അച്ഛൻ്റെ കൈ കയറി പിടിച്ചിട്ട് അച്ഛൻ പോകണം, അച്ഛൻ ഇവിടെ നിന്നോണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയാം അവിടെ കല്യാണി മോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് കല്യാണിയെ നോക്കണ്ടേ, അവളുടെ കാര്യങ്ങൾ നോക്കണ്ടേ, ഞാനും കൂടെ പോകുന്നു, ഞാൻ അവൾ മാനസികമായിട്ട് തകരുമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ പോവുകയാണേ. പിന്നീട് കാണിക്കുന്ന ഓഡിറ്റോറിയമാണ് കേട്ടോ അവരുടെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഹരിയേട്ടൻ നിൽക്കുകയാണ്. അപ്പോൾ ഹരിയേട്ടൻ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കും. അപ്പോൾ എന്തായെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രതീഷ് പറയാം അവിടെ മൊത്തം അരിച്ചു പറിക്കുക ഒന്നും കണ്ടില്ല എന്ന് പറയും. രതീഷും ഉണ്ട്, കൂടെ ബൈജു ഉണ്ട് കേട്ടോ. ഹരി അപ്പോൾ രതീഷിനോടും ബൈജുനായിട്ട് പറയണേ കല്യാണത്തിന് മുമ്പ് ഇവിടെ എന്തായാലും ഒരു സ്ഫോടനം നടത്താനായിരിക്കും അവൻ്റെ പ്ലാന്. ഒരു സ്ഫോടനം നടന്നില്ലെങ്കിലും അവൻ അത് നമുക്ക് നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നെ അവനെ സംബന്ധിച്ച് ലക്ഷ്മിയമ്മയും കാർത്തികയും കിട്ടിയില്ലെങ്കിൽ അവൻ വേണമെങ്കിൽ മൊത്തത്തിന് അത് കത്തിച്ച് കളഞ്ഞു എന്ന് വരും. അവൻ അങ്ങനെയും ചെയ്യാൻ മനസ്സിലാത്തവനാണ്, കാരണം അത്രയ്ക്ക് ദുഷ്ടനാണ് ഗംഗപ്രസാദ് എന്ന് ഹരിയേട്ടൻ പറയണേ. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും കല്യാണിക്കും കിരണിനും അല്ലെ അവരെ സ്നേഹിക്കുന്നവർക്ക് ഒരു ആപത്തും വരുത്താൻ പാടില്ല എന്നൊക്കെ അവർ പരസ്പരം പറയുവാണ് കേട്ടോ. കാരണം ഇവരെല്ലാവരും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അല്ല നല്ല വഴിക്ക് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ കല്യാണിയും കിരണും മാത്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. രതീഷ് അപ്പോൾ ഹരിയേട്ടനോട് പറയണേ കിരൺ സാറും അതിന് വേണ്ടിയിട്ടാണ് ഓടിപ്പാഞ്ഞ് കിടക്കണം, എങ്ങനെയെങ്കിലും അവനെ തട്ടിക്കളഞ്ഞേക്കണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഹരിയേട്ടൻ പറയും രതീഷ് ബൈജു നമുക്ക് എല്ലായിടവും സെർച്ച് ചെയ്യണം, കാരണം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇവൻ വെച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗംഗപ്രസാദ് തോക്കൊക്കെ എടുത്ത് നോക്കിയതിന് ശേഷം ഒരു കത്തി എടുക്കുകയാണ്. അപ്പോൾ കത്തി എടുക്കുന്ന സമയത്തേക്ക് അങ്ങോട്ട് സ്റ്റെഫി വരികയാണ്. അപ്പോൾ സ്റ്റെഫി ചോദിക്കുക എന്തിനാടാ ഇതെന്ന് ചോദിക്കുവാണേ. നാളെ മണ്ഡലകാലം ആരംഭിക്കുമല്ലേ സ്റ്റെഫി, അപ്പോൾ അതുകൊണ്ട് ആയുധങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് ശത്രുക്കളെ തീർക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുകയാണ്. ഇന്ന് ഇപ്പോൾ കല്യാണിയും അച്ഛനും വന്നത് കണ്ടോ, അതുപോലെ നാളെ ഉറപ്പായിട്ടും കാർത്തികയും ലക്ഷ്മിയമ്മയും കല്യാണിയും എല്ലാവരും കൂടി നമുക്ക് ഒന്നിച്ച് കിട്ടും, അപ്പോൾ അങ്ങനെ തീർത്ത് കളയണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുക ഈ കത്തി വെച്ചിട്ട് എന്ത് കാണിക്കാനെന്ന് ചോദിക്കുമ്പോൾ ഈ കത്തി മാത്രം മതി, ഇത് കത്തി എറിഞ്ഞിട്ടായാലും കൊല്ലാമെന്ന് പറയുമ്പോൾ അവൾ ചോദിക്കുക അതതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുവാണേ. ഗംഗ പറയും എത്ര പേരെ കത്തി എറിഞ്ഞ് ഞാൻ കൊള്ളിച്ചിട്ടുള്ളതാണ്, അത് പണ്ടത്തെ കാര്യമാണെന്ന് സ്റ്റെഫി പറയുകയാണേ. അതുപോലെയല്ല ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുകയാണ്. പിന്നെ നീ ഇവിടെ വന്നതിന് ശേഷം നിന്നെ കൊണ്ടൊന്നും സാധിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഗംഗ പറയണം അല്ല ഞാൻ വന്നതിന് ശേഷമല്ലേ ജസ്റ്റ് മിസ്സായി അത് ദീപയിൽ കൊണ്ടതെന്ന് പറയുവാണ്. അല്ല അതാ പറഞ്ഞ നീ വന്നതിന് ശേഷം ഒന്നും നല്ല രീതി നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഗംഗ ചോദിക്കുക പഴയ നിനക്ക് ആരാധനയൊക്കെ അതൊക്കെ പോയോ, ഇനി ആരാധന കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ, നിൻ്റെ ഒപ്പം കൂടി ഞാനും കൂടി ഒരു ക്രിമിനലായി മാറിയില്ലേ എന്ന് പറയുവാണ് കേട്ടോ. പിന്നെ ഗംഗയോട് സ്റ്റെഫി പറയും ഇവിടെ ആകെ ബ്രെഡ് മാത്രമേ ഉള്ളൂ, ഇതൊക്കെ കഴിച്ച് മടുത്തു എന്ന് പറയുമ്പോൾ ഗംഗ പറയണേ ഞാൻ വൈകിട്ട് നാടൻ നമുക്ക് ചിക്കൻ കറി സെറ്റാക്കാം, ഞാൻ അതിനുള്ള വീടൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഇവനിങ്ങനെ പറയുവാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ ഫുഡ് പോലും മേടിക്കാൻ പുറത്ത് പോകാൻ പറ്റില്ലല്ലോ, പോലീസ് എന്തായാലും പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവങ്ങനെ പറയുന്നത്. സ്റ്റെഫിക്ക് ശരിക്കും പറഞ്ഞാൽ മടുത്തു എന്ന് തോന്നുന്നു, കാരണം കുറേ നാളായിട്ട് ഇതിൻ്റെ പേരിൽ വീടുകളൊക്കെ ഇങ്ങനെ മാറി നടക്കുന്നതല്ലാതെ ഒന്നും സെറ്റ് ആവുന്നില്ലല്ലോ, ആർക്കായാലും മടുക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ ഇതിലൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.